രാഹുൽ ഗാന്ധിക്കെതിരായ പരാമർശത്തിൽ ഇന്ത്യ സഖ്യം സ്പീക്കറെ കണ്ട് പ്രതിഷേധം അറിയിച്ചു. സഭയെ നോക്കുകുത്തിയാക്കുന്നുവെന്നും ഏതെങ്കിലും അംഗത്തെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ വ്യക്തിപരമായി പറയുന്നതാണ് കീഴ്വഴക്കമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. എന്തിൻ്റെ പേരിലാണെന്ന് സഭയിലെ ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീട് BJP IT സെല്ല് ഒരു വീഡിയോ റിലീസ് ചെയ്തപ്പോഴാണ് സ്പീക്കർ ഇതിനെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് BJP. ഞങ്ങൾ ഇന്ന് സ്പീക്കറുടെ അടുത്ത് ചെന്ന് 1, 2, 3, 4, 10, 12 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ട്. പാർലമെന്റിന്റെ നിഷ്പക്ഷതയെയും ജനാധിപത്യ അവകാശങ്ങളെയും ഹനിക്കുന്ന തീരുമാനങ്ങൾ, പാർലമെന്റിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഹൈജാക്ക് ചെയ്ത് BJPയുടെ ഒരു കംപ്ലീറ്റ് ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിപ്പിക്കാൻ പാർലമെന്റിൽ വെക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷത്തെ മെമ്പർമാരുടെ സ്വാതന്ത്ര്യം നിഹലിക്കുന്നത്, LOPക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കാതിരിക്കുന്നത്, ലോക്സഭ TV അടക്കം പ്രതിപക്ഷത്തിൻ്റെ മുഖം കാണിക്കാതിരിക്കുന്നത്, ഇതൊക്കെ ഞങ്ങളിന്ന് വ്യക്തമായിട്ട് സ്പീക്കറുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, സ്പീക്കർക്ക് എന്തെങ്കിലും പറയാൻ, മെമ്പർമാരെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ സ്പീക്കറുടെ ചേംബറിൽ വിളിച്ച് പറയാമായിരുന്നു. അതായിരുന്നു കീഴ്വഴക്കം. മുൻ കാലഘട്ടങ്ങളിൽ സ്പീക്കർമാർ ചെയ്യുന്ന കീഴ്വഴക്കങ്ങൾ അതായിരുന്നു. പി ബസന്ത് വിവരങ്ങൾ നൽകും. ബസന്ത്, ഇന്നലെയുമൊക്കെ ഈ തരത്തിൽ രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിൽ കോൺഗ്രസ് നേതാക്കളാകെയും പരാതി നൽകുന്നു. ഇന്നിപ്പോഴിതാ ഒരുപാട് വിഷയങ്ങൾ കെ.സി. വേണുഗോപാൽ എണ്ണമിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് സ്പീക്കറെ അറിയിച്ചിരിക്കുന്നത്? 12 വിവിധ വിഷയങ്ങളാണ് സ്പീക്കർക്ക് മുന്നിൽ ഇപ്പോൾ ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഉന്നയിച്ചിരിക്കുന്നത്. ശൂന്യവേളയിലാണ് സ്പീക്കർ പ്രതിപക്ഷ നേതാക്കളെ കണ്ടത്. പ്രധാനമായും ഇന്നലെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ടുള്ള സ്പീക്കറുടെ റൂളിംഗ് ആണ് പ്രതിപക്ഷത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി സഹോദരി പ്രിയങ്ക ഗാന്ധിയുടെ കവിളിൽ തൊട്ടതുമായി ബന്ധപ്പെട്ട ഒരു ദൃശ്യവുമായി ബന്ധപ്പെട്ടാണ് സ്പീക്കറുടെ റൂളിംഗ് വന്നത്. ഈ പെരുമാറ്റം ശരിയല്ല എന്നുള്ളതായിരുന്നു റൂളിംഗ്. ആ വിഷയത്തിലാണെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞത്. അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി ഒരു അംഗത്തെ കുറിച്ചുണ്ടെങ്കിൽ അത് വ്യക്തിപരമായി അദ്ദേഹത്തെ വിളിച്ച് അത് പറയുകയാണ് സാധാരണ സഭയിലെ കീഴ്വഴക്കം. അതിന് പകരം പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചത് ശരിയായില്ല എന്ന് സ്പീക്കർ അറിയിച്ചു. മാത്രമല്ല, വിവിധ പാർലമെന്റ് സമിതികൾ രൂപീകരണത്തിൽ പ്രതിപക്ഷത്തെ കൂട്ടാറില്ല, പ്രതിപക്ഷ നേതാവിന് സംസാരിക്കാൻ അവസരം നൽകുന്നില്ല. വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷ നേതാക്കൾ സ്പീക്കർക്ക് മുന്നിൽ ഉന്നയിച്ചത്. ശരി, പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.